അപ്പോൾ നമുക്കിനി ആറാമത്തേത് അസ്കാരിയാസിസ് ആണ് പഠിക്കാൻ. ആസ് യൂഷ്വൽ നമ്മളെ ഇതൊരു ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അല്ലേ, ഹെൽമിന്ത് ഇൻഫെക്ഷൻ ആണ് അല്ലേ. അസ്കാരിയാസിസും ഫൈലറിയാസിസും നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. അസ്കാരിയാസിസും ഫൈലറിയാസിസും ഒരു ഹെൽമിന്ത് ഇൻഫെക്ഷൻ ആണ്. സോ അസ്കാരിയാസിസിൻ്റെ പത്തോജൻ ആരാണ്? നമുക്കറിയാം അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് ആണ്. അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺലി കാൾഡ് ആസ് റൗണ്ട് വേം അല്ലേ, റൗണ്ട് വേം ആണ്. ഇനി ഈ പാത്തോജൻ അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് ആണെന്ന് നമ്മൾ പഠിച്ചു. സോ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഈ അസുഖം കിട്ടുക അല്ലേ. ആസ് യൂഷ്വൽ നമ്മൾ പഠിക്കുന്നത് മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഒരു അൺഇൻഫെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഅഫക്റ്റഡ് ഇൻഡിവിജ്വലിലേക്ക് എങ്ങനെയാണ് ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് എന്നാണ് നമുക്കിതിൽ ആദ്യം അറിയേണ്ടത് അല്ലേ. പിന്നെ ഇത് എവിടെയാണ് ആ ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വലിൽ അകത്ത് ഇത് എവിടെയാണ് മെയിൻലി എഫക്റ്റ് ചെയ്യുക, ഇത് രണ്ടുമല്ലേ നമുക്ക് ആവശ്യം. സോ ഫസ്റ്റ് നമുക്കറിയാം അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് ഇറ്റ് ഈസ് ആക്ച്വലി സ്പ്രെഡിങ് ത്രൂ contaminated food and water. Contaminated food and water. മോസ്റ്റ് സ്പെസിഫിക്കലി സാധാരണ കോമൺ ആയിട്ട് നമ്മൾ പറയാറ് ഫുഡ് ആൻഡ് വാട്ടറിൽ കോമൺലി വെജിറ്റബിൾസ് കണ്ടാമിനേറ്റഡ് വെജിറ്റബിൾസ് ഒരു കോമൺ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ദെൻ ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വലിൽ ഇത് മെയിൻലി അഫക്റ്റ് ചെയ്യുന്ന പ്ലേസ് അല്ലെങ്കിൽ മെയിൻലി അഫക്റ്റ് ചെയ്യുന്ന ഓർഗൻ എവിടെയെന്ന് ചോദിച്ചാൽ ഇറ്റ് യൂഷ്വലി അഫക്ട്സ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ഈ അസ്കാരിയാസിസ് ഹോപ്പ് സം ഓഫ് യു മൈറ്റ് ഹാവ് സീൻ, അതായത് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അസ്കാരിയാസിസ് മാക്രോസ്കോപ്പിക്കലി കാണാവുന്ന ഒരു വേമാണ്. യൂഷ്വലി നമ്മളൊരു നൂഡിൽസ് പോലെ ചില സർജറി വീഡിയോസുകളൊക്കെ ഭയങ്കര വാട്സപ്പ് വീഡിയോ പോലെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആൾമോസ്റ്റ് ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു സർജറി ചെയ്തിട്ട് ഈ അസ്കാരിസ് ലംബ്രിക്കോയിഡ്സിനെ എടുക്കുന്നത് കറക്റ്റ് നൂഡിൽസ് പോലെയുള്ളൊരു പിക്ചറാണ്. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം, ലൈക്ക് ഒരു ഫോട്ടോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, നോ ഇഷ്യൂ. സോ മോഡ് ഓഫ് ഇൻഫെക്ഷൻ. പിന്നെ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ, ഇതിൻ്റെ ആക്ച്വലി സ്പീക്കിംഗ് അസ്കാരിയസിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഈസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അസ്കാരിസ് ലൈഫ് സൈക്കിൾ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആക്ച്വലി നമുക്കിപ്പോൾ ലൈഫ് സൈക്കിളായിട്ട് പഠിക്കാനുള്ളത് ആക്ച്വലി ആകെ മലേറിയൻ്റെ മാത്രമേ ഉള്ളൂ അല്ലേ, അത് നമ്മൾ പഠിച്ചു. അസ്കാരിസ് ലൈഫ് സൈക്കിൾ ഈസ് ആക്ച്വലി നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ക്ലാസിക്കലി വെജിറ്റബിൾസ്, കണ്ടാമിനേറ്റഡ് വെജിറ്റബിൾസ് നമ്മൾ കഴിച്ചെന്ന് വിചാരിക്കുക. ആക്ച്വലി സ്പീക്കിംഗ് അസ്കാരിസ് ലംബ്രിക്കോയിഡ്സിൻ്റെ എഗ്സുകളാണ് ഈ വെജിറ്റബിൾസിൽ ഉണ്ടാകുക. ഈ എഗ്സ് നമ്മൾ കഴിക്കുന്നു. ഈ എഗ്സ് അത് എവിടുന്ന് ഡെവലപ്ഡ് ആവുന്നു? നമ്മുടെ ഒരു ലാർവൽ സ്റ്റേജിലേക്കൊക്കെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പോകുന്നു. പിന്നീട് അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വഴി, ഫോർ എക്സാമ്പിൾ പോർട്ടൽ സിസ്റ്റം ഓഫ് സർക്കുലേഷൻ വഴി നമ്മുടെ ലിവറിലേക്ക് പോകുന്നു. ലിവറിൽ നിന്ന് ഹെപ്പാറ്റിക് വെയിൻ വഴി അത് ഇൻഫീരിയർ വിന കാവയിലേക്ക് പോകുന്നു. ഇൻഫീരിയർ വിന കാവയിലൂടെ അത് നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ഹാർട്ടിലേക്ക് കയറുന്നു. റൈറ്റ് സൈഡ് ഓഫ് ഹാർട്ടിൽ നിന്ന് അത് നമ്മുടെ പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് എത്തുന്നു. ലങ്സിൽ നിന്ന് അത് നമ്മുടെ ബ്രോങ്കസിലേക്ക് ചാടുന്നു. ബ്രോങ്കസിൽ നിന്ന് വീണ്ടും അത് ബ്രോങ്കസിൽ നിന്ന് അത് നമ്മുടെ ഫാരങ്സിലോട്ടൊക്കെ എത്തുന്നു. ഈ ഫാരങ്സിൽ നിന്ന് നമ്മൾ ഫാരങ്സ് പോർഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ വീണ്ടും ആസ്പിറേറ്റ് ചെയ്ത് നമ്മുടെ ഈസോഫാഗസ് വഴി അത് വീണ്ടും എവിടെ എത്തുന്നു? സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരെ എത്തുന്നു. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അത് വീണ്ടും എത്തുമ്പോൾ അത് അഡൾട്ട് വേം ആയിട്ടുണ്ടാവും, ബിഗ് മൈക്രോസ്കോപ്പിക് അഡൾട്ട് വേം ആയിട്ടുണ്ടാവും. അതങ്ങനെ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്ത് ഒരുപാട് അഡൾട്ട് വേമുകൾ ഉണ്ടാകുമ്പോഴാണ് ഇതൊരു ഇൻറ്റസ്റ്റൈനൽ ബ്ലോക്കേജ് എഫക്റ്റ് ഇതുകൊണ്ട് വരിക, മീൻസ് അബ്ഡോമിനൽ. സോ ക്ലിനിക്കൽ ഫീച്ചറായിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടും? ഇൻറ്റേർണൽ ബ്ലീഡിങ് വരാം അല്ലേ, ഇത് കാരണം ഇൻറ്റേർണൽ ബ്ലീഡിങ് വരാം. ഈവൻ ഇൻറ്റസ്റ്റിനൽ ബ്ലോക്കേജ് വരാം, മെഡിക്കലി ഇൻറ്റസ്റ്റിനൽ ഒബ്സ്ട്രക്ഷൻ എന്നൊക്കെ പറയും. ഇൻറ്റസ്റ്റിനൽ ബ്ലോക്കേജ് വരാം. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് ഒരു അബ്ഡോമിനൽ പെയിന് വരാം. പിന്നെ ഇതിന് കോമൺലി നമുക്ക് സാധാരണഗതിയിൽ ബ്ലീഡിങ് വരുന്നതുകൊണ്ട് തന്നെ, ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു അനീമിയ പിക്ചർ വരാം. ഈവൻ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, ഫീവർ എക്സെട്ര ഒക്കെ ഇതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് പറയാറുണ്ട് സാധാരണ. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, മെയിൻലി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ
ഓഫ് ദിസ് അസ്കാരിയാസിസ്. സോ മെയിൻലി നിങ്ങൾ എൻ സി ആർ ടി പറഞ്ഞ ഒരുപിടി ക്ലിനിക്കൽ ഫീച്ചേഴ്സുകളാണ് ഇത്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എൻ സി ആർ ടി പറഞ്ഞിട്ടില്ല, ബട്ട് യു ക്യാൻ സിംപ്ലി നോ ഫോർ ദ കംപ്ലീഷൻ പർപ്പസ് നമ്മൾ അതുകൂടെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ക്ലിനിക്കൽ ഫീച്ചറിൽ ഇൻറ്റസ്റ്റിനൽ ഇൻറ്റേർണൽ ബ്ലീഡിംഗ്, ഇൻറ്റസ്റ്റിനൽ ബ്ലോക്കേജ്, അബ്ഡോമിനൽ പെയിൻ, അനീമിയ, ഈവൻ ഫീവർ വരാം, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. ഓക്കെ, നൗ ഇതിനെ എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം? ഡയഗ്നോസിസ് ഒന്നുമില്ല. ഡയഗ്നോസിസ് സാധാരണ നമ്മൾ സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്യാറുണ്ട്. ലൈക്ക് സ്റ്റൂൾ മൈക്രോസ്കോപ്പി ചെയ്യാം. സ്റ്റൂൾ മൈക്രോസ്കോപ്പി ചെയ്താൽ നമുക്ക് ഇതിൻ്റെ അസ്കാരിസ്, ലൈവ് അസ്കാരിസിന് കിട്ടും. പിന്നെ ഈവൻ മാക്രോസ്കോപ്പിക് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇമേജിംഗ് ടെക്നിക്ക് ഓഫ് അബ്ഡമനെ നമ്മൾ ഇമേജിങ് ചെയ്യാം. ഇമേജിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എക്സ്റേസ്, അൾട്രാസൗണ്ട് സ്കാൻ, സി ടി സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഇതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇമേജിംഗ് എന്ന് വെച്ചാൽ ഇമേജിംഗ് ഈസ് ദ ബയോകെമിക്കൽ ഇമേജ്, ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് ആണ്. സാധാരണ നമ്മൾ സി ടി സ്കാൻ പിന്നെ അൾട്രാസൗണ്ട് പോലുള്ള ഇമേജിംഗ് ടെക്നിക്ക് വഴി നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതാണ് ആക്ച്വലി ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഡയഗ്നോസിന് ശേഷം ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ട്രീറ്റ് ചെയ്യുന്നത് ഇതൊരു ഹെൽമിന്ത് ഗ്രൂപ്പ് ഓർഗാനിസം ആയതുകൊണ്ട് ആൻറ്റി ഹെൽമിന്തിക് ഡ്രഗ്സുകൾ നമ്മൾ യൂസ് ചെയ്യാം. ഡ്രഗ്സുകൾ യൂസ് ചെയ്താൽ നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാം. സോ ഹോപ്പ് അസ്കാരിയാസിസ് ഈസ് വെരി ക്ലിയർ ഫോർ യു. പാത്തോജൻ അസ്കാരിസ് ലംബ്രിക്കോയിഡ് ആണ്. ഇതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞു, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. മോസ്റ്റ് കോമൺ വെജിറ്റബിൾസ് ആണ്. അത് ഈ കണ്ടാമിനേറ്റഡ് ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് എവിടെ അഫക്റ്റ് ചെയ്യുന്നു ചോദിച്ചാൽ ഇത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനെ അഫക്റ്റ് ചെയ്യുക. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അത് സർക്കുലേഷനിലേക്ക് കയറി നമ്മുടെ ഫാരിങ്സ് വഴി ഇതിനെ വീണ്ടും നമ്മൾ ആസ്പിറേറ്റ് ചെയ്ത് വീണ്ടും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്ന ആ ഒരു മെക്കാനിസം നമ്മൾ പറഞ്ഞു. ആക്ച്വലി അതിൻ്റെ ലൈഫ് സൈക്കിൾ നമുക്ക് പഠിക്കാനില്ല. സോ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വന്ന് ഒരു അഡൾട്ട് ഫോമായി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അത് ഇൻറ്റസ്റ്റൈനൽ ബ്ലോക്കേജും ബ്ലീഡിങ്ങും അബ്ഡോമിനൽ പെയിനും ഒക്കെ ഉണ്ടാക്കും. കോൺസ്റ്റിപ്പേഷൻ വരാം, ദെൻ അനീമിയ വരാം, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ വരാം. ഓക്കെ, ദെൻ ഡയഗ്നോസിസ് നമുക്ക് സ്റ്റൂൾ എക്സാമിനേഷൻ, ഇമേജിംഗ് ആണ് മെയിനായിട്ട്. ഇതും അല്ലാതെ വേറെയും സെറോ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ വേറെ കുറേ ടെക്നിക്കുകളിൽ നമുക്കിതൊന്നും എൻ സി ആർ ടിയിൽ പറയാത്തതുകൊണ്ട് ഒരു കംപ്ലീഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ആ ഡയഗ്നോസിസ് ട്രീറ്റ്മെൻറ്റ് ഞാൻ അതോടെ എഴുതിയത്. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ നമ്പർ 7th ആണ് അല്ലേ. നമ്പർ 7th നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? നെക്സ്റ്റ് ഹെൽമിന്തിക് ഗ്രൂപ്പ് ഈസ് ഹെൽമിന്തിക് ആയിട്ടുള്ള ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈലേറിയാസിസ് ആണ്. ഫൈലേറിയാസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫൈലേറിയാസിസ് നമ്മൾ സാധാരണ മന്ത് എന്ന് പറയും അല്ലേ. മലേറിയയ്ക്ക് നമ്മൾ മലമ്പനി എന്ന് പറയാം, ഇതിന് മന്ത് എന്ന് പറയും. ഫൈലേറിയാസിസിൻ്റെ പാത്തോജൻ ആരാ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫൈലേറിയാസിസ് പാത്തോജൻ ഈസ് ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് ഉച്ചറേറിയ മലൈ. ഇതാണ് നമ്മുടെ പത്തോജൻ ഓഫ് ഫൈലേറിയാസിസ്. ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റി, ഉച്ചറേറിയ മലൈ, ഇതാണ് മെയിൻ പത്തോജൻ എന്ന് പറയുന്നത് ഇതാണ്. ആക്ച്വലി സ്പീക്കിംഗ് യു ഹാവ് ടു നോ ഇവിടെ ഒരു വെക്റ്റർ ഉണ്ട് അല്ലേ. which is the vector of filariasis? The vector of filariasis is female mosquito എന്നാണ് എൻ സി ആർ ടിയിൽ കൊടുത്തത്. പക്ഷേ നമ്മൾ പറയുന്നു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ഫീമെയിൽ ക്യൂലക്സ് മോസ്കിറ്റോ ആണ് മോസ്റ്റ് കോമൺ. ഏഷ്യ ആൻഡ് ഇന്ത്യ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ക്യൂലക്സ് മോസ്കിറ്റോ ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് കിട്ടുക. മോസ്റ്റ് കോമൺ, MC സ്റ്റാൻഡ്സ് ഫോർ മോസ്റ്റ് കോമൺ. ആഫ്രിക്കൻ കൺട്രീസിലേക്ക് പോയാൽ അഗെയിൻ അത് അനോഫിലസ് മോസ്കിറ്റോ ആയി മാറും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ യു ഹാവ് ടു മാർക്ക് ആസ് ക്യൂലക്സ് ഈസ് ദ ആൻസർ. ഓക്കെ, നോ ഇഷ്യൂ. ദെൻ മോസ്കിറ്റോ ബീങ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ഇതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എങ്ങനെയായിരിക്കും അൺഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വലിന് ഇത് കിട്ടുക? ഇറ്റ്സ് ഒബ്വിയസ്, ത്രൂ ദ ബൈറ്റ് ഓഫ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ത്രൂ ദ ബൈറ്റ് ഓഫ് ഫീമെയിൽ ക്യൂലക്സ് മോസ്കിറ്റോ. സോ മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ക്ലിയർ. ഓക്കെ, നൗ ഹോപ്പ് യു നോ ഒരു വെക്റ്റർ ഉണ്ടായ സ്ഥിതിക്ക്, വെക്റ്ററും സ്പെസിഫിക് വേറെ ഹോസ്റ്റ് ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് ഹോസ്റ്റ് ഡിഫറെൻറ്റ് 2 types ഇവിടെ പോസിബിൾ ആണ് അല്ലേ. Definitive host in case of malaria was mosquito, that is Anopheles mosquito, and intermediate host of this malaria was human beings. But ഇവിടെ നേരെ opposite picture ആണ് actually, that is definitive host. What do you mean by definitive host? അവിടെ പറഞ്ഞതാണ് definitive host
is the host in which the sexual cycle of the pathogen completes. ഇവിടെ definitely host, it is very very important, human beings. അപ്പോൾ ഹ്യൂമൻ ബീങ്സിലാണ് സെക്ഷൽ സൈക്കിൾ നടക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ദെൻ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. സോ ഇറ്റ്സ് ഒബ്വിയസ്, ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആരായിരിക്കും മക്കളെ? ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആരായിരിക്കും? ക്യൂലെക്സ്, ഫീമെയിൽ ക്യൂലെക്സ് മോസ്കിറ്റോ ആയിരിക്കും. ഫീമെയിൽ ക്യൂലെക്സ് മോസ്കിറ്റോ ആയിരിക്കും. ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ നമ്മൾ ഹോസ്റ്റിൻ്റെ കാര്യം. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചറിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഹോപ്പ് യു റിമെമ്പർ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? നമ്മുടെ ലിംഫ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫൈലേറിയാസിസ് അഫക്റ്റ് ചെയ്യുന്നത് ലിംഫാറ്റിക് ചാനൽസിനെ അല്ലെങ്കിൽ ലിംഫാറ്റിക് വെസൽസിനെ അഫക്റ്റ് ചെയ്യുന്നു. അതിനെ അവിടെ ബ്ലോക്കേജ് ഉണ്ടാക്കുന്നു, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ ബ്ലോക്കേജ് ഉണ്ടാക്കിയിട്ടാണ് ഒരു ഗ്രോസ് അനോമലി ഗ്രോസ് ഡിഫോമിറ്റി, ഗ്രോസ്ലി എൻലാർജ്ഡ് ലോവർ ലിം ആൻഡ് സ്ക്രോട്ടം ഒക്കെ ആകുന്നു എന്നുള്ളത് നമ്മുടെ ഫൈലേറിയാസിസിൽ പറയുന്നു. സോ ക്ലിനിക്കൽ ഫീച്ചറിൽ നമ്മൾ ആദ്യത്തെ പോയിന്റ്, ഇറ്റ് അഫക്ട്സ് which system? It affects lymphatic system. And thus this leads to what? Gross deformities of lower limb genitals. ജെനൈറ്റൽസ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ സ്ക്രോട്ടൊക്കെയാണ്. സ്ക്രോട്ടത്തിലൊക്കെ ഭയങ്കര ഗ്രോസ്ലി എൻലാർജ്ഡ് ആയിട്ടുള്ള സ്ക്രോട്ടം ആൻഡ് ഗ്രോസ്ലി എൻലാർജ്ഡ് ആയിട്ടുള്ള ലോവർ ലിംബൊക്കെ പോസിബിളാണ്. ആൻഡ് ഫൈലേറിയാസിസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഫൈലേറിയാസിസിൽ സാധാരണ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റോ കാര്യങ്ങളൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ട്രീറ്റ്മെൻറ്റ്? ട്രീറ്റ്മെൻറ്റ് വിൽ ബി അഗെയിൻ anti-helminthic medications, anti-helminthic ഡ്രഗ്സുകളായിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. സോ ഫൈലേറിയാസിസ്, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇവിടെ നമ്മൾ ഇതിലും ലൈഫ് സൈക്കിൾ ആക്ച്വലി നമുക്ക് പഠിക്കാനില്ല. ലൈഫ് സൈക്കിൾ ഇവിടെ പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയും ഹ്യൂമൻ ബീങ്സിൽ സാധാരണ ഇതിലൊരു ലാർവൽ സ്റ്റേജ് അഡൾട്ട് സ്റ്റേജിലേക്ക് ആകുന്നത് ആക്ച്വലി ഹ്യൂമൻ ബീങ്സിലെയാണ്. ഈ അഡൾട്ട് സ്റ്റേജ് ഓഫ് ദിസ് ഫൈലേറിയൽ വേംസ് ആണ് ആക്ച്വലി നമ്മുടെ ലിംഫാറ്റിക് ചാനൽസിൽ പോയിട്ട് ബ്ലോക്കേജ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ടുള്ള മോസ്കിറ്റോയിൽ ആക്ച്വലി ലാർവൽ സ്റ്റേജിൻ്റെ ഒരു മെച്ചുറേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, ഒരു മെച്ചുവേർഡ് ലാർവൽ സ്റ്റേജ് ആയി മാറുന്നത് മോസ്കിറ്റോയിലാണ്. ഈ ലാർവൽ സ്റ്റേജാണ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. ആ ലാർവൽ സ്റ്റേജ് ഒരു അഡൾട്ട് രൂപത്തിലേക്ക് മാറുന്നതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നത്, സെക്ഷൽ ഫേസിൽ നടക്കുന്നത്. സോ നിങ്ങൾക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹ്യൂമൻ ബീങ്സിൽ ഡെഫിനറ്റീവ് ഹോസ്റ്റാണ്, സെക്ഷൽ ലൈഫ് സൈക്കിളാണ്. അസെക്ഷൽ ലൈഫ് സൈക്കിൾ നമ്മുടെ മോസ്കിറ്റോയിലാണ് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. വി ജസ്റ്റ് കംപ്ലീറ്റഡ് ഫൈലേറിയാസിസ്. നൗ വി ക്യാൻ എൻ്റർ into the last infectious disease, that is a common fungal infectious disease, that is the 8th one, which is termed as ringworm infections. ആ പേരിൽ തന്നെ റിംഗ്വേം ഇൻഫെക്ഷൻസ് കോമൺലി നമ്മൾ വട്ടച്ചൊറി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? വട്ടച്ചൊറി. ഓക്കെ, ഇതിൻ്റെ പാത്തോജൻ ആരാ? ഫംഗസാ എന്ന് നമുക്കിപ്പോൾ പറയാം. ഫംഗസിലെ ഏത് ജനറയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the main genera is Trichophyton, Epidermophyton, and finally comes Microsporum. Trichophyton, Epidermophyton and Microsporum. ഇത്രയും ജനറാസ് ഫംഗസിൽ ഇത്രയും ജനറാസ് ആണ് ആക്ച്വലി, ഇത്രയും ഗ്രൂപ്പ് ഓഫ് ഫംഗസ് ആണ് ആക്ച്വലി ഏത് കോസ് ചെയ്യുന്നത്? റിംഗ്വേം ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. റിംഗ്വേം ഇൻഫെക്ഷൻ കോസ് ചെയ്യുമ്പോൾ ഇത് എവിടെയാണ് അഫക്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വട്ടച്ചൊറി സ്കിന്നിലാണ് യൂഷ്വലി അല്ലേ? സ്കിൻ, ഇറ്റ് കോമൺലി അഫക്ട്സ് സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ്. സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ് ആണ് മോസ്റ്റ് കോമൺലി അഫക്റ്റ് ചെയ്യുക. ബിക്കോസ് ഇതിൻ്റെ കാരണം എൻസൈഡിൽ പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഇവർ
they are actually having some enzyme called keratinase എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻസൈമുകൾ ഉള്ള ആളുകളാണ്. ഈ കെരാറ്റിനേസ് എന്ന് പറഞ്ഞാൽ കെരാറ്റിൻ എന്നുള്ള കെമിക്കൽ കെരാറ്റിൻ എന്നുള്ള പ്രോട്ടീൻ എവിടെയാണോ അവിടെ പോയിട്ട് ആണ് അഫക്റ്റ് ചെയ്യുക. കെരാറ്റിൻ പ്രോട്ടീനാണ് നമ്മൾ സ്കിൻ, ഹെയർ, നെയിൽസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കെരാറ്റിൻ പ്രോട്ടീനാണ്. ഈ കെരാറ്റിൻ പ്രോട്ടീനിൽ അഫക്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. കെരാറ്റിൻ പ്രോട്ടീൻ ഉള്ള സ്ഥലങ്ങളാണ് നമ്മുടെ സ്കിൻ, ഹെയർ, നെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഡെർമറ്റോഫൈറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട്. സാധാരണ ഇതിനെ കോമൺലി മെഡിക്കലി കാൾഡ് ആസ് ദീസ് 3 ഗ്രൂപ്പ്സ് ആർ കോമൺലി കാൾഡ് ആസ് ഡെർമറ്റോഫൈറ്റ്സ്. ആൻഡ് ഈ റിംഗ്വേം ഇൻഫെക്ഷൻസിന് സാധാരണ ഡെർമറ്റോഫൈറ്റോസിസ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. സോ സ്കിൻ, ഹെയർ, നെയിൽസ് ഇതിന് മോസ്റ്റ് കോമൺ സൈറ്റ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആക്സില, നമ്മുടെ ഗ്രോയിൻ, ദെൻ ഇൻ ബിറ്റ്വീൻ ടോസ്, ഇവിടെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് കോമൺലി ഇവിടെ അഫക്റ്റ് ചെയ്യാനുള്ള റീസൺ ബിക്കോസ് ഇവിടെയൊക്കെ ഹീറ്റ് ആൻഡ് മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലാണ്. ഹീറ്റ് ആൻഡ് മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലുള്ള പോർഷനിലാണ് ഈ ഫംഗസിന് ഗ്രോ ചെയ്യാനുള്ളത് ഫേവറബിൾ എൻവറോൺമെൻറ്റ്. അതെവിടെയുള്ളത്? നമ്മൾ ഒരു ഈർപ്പം തങ്ങി നിൽക്കുന്ന പോർഷൻ എന്ന് പറയില്ലേ, നമ്മുടെ ആക്സിലർ പോർഷൻ, നമ്മുടെ ഗ്രോയിൻ പോർഷൻ, നമ്മുടെ ടോസിൻ്റെ ഇടയിലുള്ള പോർഷൻ, ഇവിടെയൊക്കെ നമ്മുടെ ഈ ഫംഗൽ ഗ്രോത്ത് നല്ല കൂടുതൽ കാണപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ, ഇതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എങ്ങനെ? മോഡ് ഓഫ് ഇൻഫെക്ഷൻ നമ്മൾ പറയും അഫക്റ്റഡ് ഇൻഡിവിജ്വലിൻ്റെ യൂട്ടൻസിൽസ് അല്ലേ, എന്തെങ്കിലും അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിന് എന്തെങ്കിലും ബിലോങ്ങിങ്സ് നമ്മൾ തന്നെ ടച്ച് ചെയ്യുക, അവർ ടച്ച് ചെയ്ത പോർഷൻ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമുക്കും ഇത് കിട്ടുമെന്നുള്ളതാണ്. സോ ഷെയറിങ് ഓഫ് ദ യൂട്ടൻസിൽസ് ആണ് സാധാരണ. സോ അവർ തൊട്ട സാധനങ്ങൾ അവരുടെ കോമൺലി അവർ ടച്ച് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഗ്ലാസ്സുകളായിരിക്കാം, വേറെ എന്തെങ്കിലും യൂഷ്വൽ ആർട്ടിക്കിൾസുകളായിരിക്കാം, ആ സാധനങ്ങൾ നമ്മളും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസിലി ഇറ്റ് ഈസ് മീൻസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഈസിലി ട്രാൻസ്മിറ്റഡ് ആണ്. സോ അതുകൊണ്ടാണ് ഇത് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നത് അല്ലേ. ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലീഷൻസ് സ്കിന്നിൽ എങ്ങനെയാണ് നമ്മൾ കാണുക? സാധാരണഗതിയിൽ നമ്മൾ പറയും ഡ്രൈ സ്കെയിലി സ്കിൻ ലീഷൻസ് ആണ്. ലീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കിന്നിലെ അടയാളങ്ങൾ, അത്രയേ ഉള്ളൂ. ഡ്രൈ സ്കെയിലി സ്കിൻ ലീഷൻസ് ആയിട്ടാണ് നമ്മൾ സാധാരണ കാണുക. യൂഷ്വലി അതൊരു സർക്കംസ്ക്രൈബ്ഡ്, അതായത് യൂഷ്വലി ഒരു സർക്കുലാർ പാറ്റേണിലായിരിക്കും നമ്മൾ ഫിഗർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ സർക്കംസ്ക്രൈബ്ഡ്, അതിൻ്റെ നടുവിൽ സെൻട്രൽ ഏരിയ പെയിലായിരിക്കും, പെരിഫറൽ ഏരിയ കുറച്ചുകൂടെ ഒരു റെഡിഷ് ഒക്കെ ആയിട്ടായിരിക്കും ക്ലാസിക്കലി ഇത് കാണുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ ക്ലിനിക്കൽ ഫീച്ചർ. ഞാൻ ഇതിനെ ഡയഗ്നോസ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട, അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് ഫംഗൽ ലീഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ അതിനെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാം? It's very simple to treat. Treatment is by some antifungal lotions or antifungal creams അല്ലെങ്കിൽ ആൻറ്റിഫംഗൽ. അത് ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിഫംഗൽ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ആൻറ്റിഫംഗൽ മെഡിക്കേഷൻസുകൾ നമ്മൾ വേണ്ടി വരും. സിംപ്ലി നമ്മൾ ആൻറ്റിഫംഗൽസ് എന്ന് മാത്രം എഴുതുന്നു for the completion purpose. So hope it's clear. That is about ringworm infections. Ringworm infection commonly caused by the fungus Trichophyton epidermophyton microsporum, which affects the skin, hair and nails, which actually invades the keratin protein of this. Okay, പിന്നെ most common site എന്ന് പറയുന്നത് axin groilla and in between toes ആണ്, because the favorable situation for the growth of these ringworms are ഹീറ്റ് ആൻഡ് മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലുള്ള പോർഷൻ ആയതുകൊണ്ട് ഇത് ഇവിടെ കൂടുതൽ വളരാൻ സാധ്യതയുണ്ട്. ഓക്കെ, മോഡ് ഓഫ് ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞു ഷെയറിങ് ദ യൂട്ടൻസിൽസ് ഓർ ഷെയറിങ് ദ ബിലോങ്ങിങ്സ് ഓഫ് ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ, കാരണം നമ്മളെ ബോഡിയിലേക്കും അത് വരാനുള്ള സാധ്യതയുണ്ട്. ക്ലിനിക്കൽ ഫീച്ചറായിട്ട് മെയിൻലി ദ ഡ്രൈ സ്കെയിലി ലീഷൻസ് ആൻഡ് വെരി ഇച്ചി ആൾസോ, ഇച്ചി നല്ല ചൊറിച്ചിലുണ്ടാവും. ഓക്കെ, വെരി ഇച്ചി ലീഷൻസ് ആൾസോ. ആൻഡ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സം ആൻറ്റിഫംഗൽ ക്രീമുകൾ, ഫോർ എക്സാമ്പിൾ കോമൺലി നമ്മൾ കാൻഡിഡ് എന്നൊക്കെ പറയുന്ന ഓയിൻമെൻറ്റുകൾ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ. കാൻഡിഡ് ഈസ് ദ ട്രേഡ് നെയിം, ആക്ച്വലി ക്ലോട്രിമസോൾ എന്നൊക്കെ പറഞ്ഞ ആൻറ്റിഫംഗൽസുകളാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ റിഗാർഡിങ് അവർ റിംഗ്വേം ഇൻഫെക്ഷൻസ്. സോ മക്കളെ, നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു വലിയൊരു പോർഷനാണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. 8 ഇമ്പോർട്ടൻറ്റ് അസുഖങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ അസുഖങ്ങൾ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ ഏത് ഓർഗാനിസാണ് അത് കോസ് ചെയ്യുക, പിന്നെ നമ്മൾ എങ്ങനെയാണ് ആ ഓർഗാനിസ് നമ്മളെ ബോഡിയിലേക്ക് ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത് എവിടെയാണ് അഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു.
അതിനുശേഷം അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞു. പിന്നെ അതിനെ ഡയഗ്നോസ് ചെയ്യാൻ എന്തെങ്കിലും സ്പെസിഫിക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ നോക്കി. പിന്നെ അതിനുശേഷം നമ്മൾ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് നോക്കി അല്ലേ. ഏതൊക്കെ ഡിസീസ് പഠിച്ചു? നമ്മൾ ടൈഫോയിഡ് പറഞ്ഞു. ടൈഫോയിഡ് ബാക്ടീരിയൽ ഡിസീസ് ആയിരുന്നു, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സാധാരണഗതിയിൽ നമ്മുടെ അബ്ഡോമിനൽ പെയിനും ഇൻറ്റസ്റ്റിനൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട് അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഡൈജസ്റ്റീവ് സിസ്റ്റംസും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാകും. ഈവൻ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു സം ടൈഫോയിഡ് അൾസേഴ്സ് ഇൻ ലേറ്റ് സ്റ്റേജ്. ഈവൻ ദീസ് ടൈഫോയിഡ് അൾസേഴ്സ് ക്യാൻ പെർഫറേറ്റ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സായിട്ട് ഹൈ ഗ്രേഡ് ഫീവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകാമെന്ന് പറഞ്ഞു. അതിനെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ടാബ്ലറ്റ്സുകൾ നമ്മൾ കുടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഓക്കെ, അതിനുശേഷം നമ്മൾ ന്യൂമോണിയ പറഞ്ഞു. ന്യൂമോണിയ എവിടെ എഫക്റ്റ് ചെയ്യുക? ന്യൂമോണിയ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും. ന്യൂമോണിയൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ന്യൂമോണിയയുടെ എക്സ്ട്രാ എഡ്ജ് ഐ വിൽ ട്രൈ ടു സീ. ന്യൂമോണിയ നമ്മൾ ക്ലാസിക്കലി ന്യൂമോണിയ നമ്മൾ പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം അല്ലേ, നമ്മുടെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ്, അല്ലെങ്കിൽ എയർബോൺ ഇൻഫെക്ഷനാണ്. എയർബോൺ അല്ലാണ്ട് ന്യൂമോണിയ വരാറുണ്ടോ? ആൻസർ ഈസ് യെസ്. സാധാരണഗതിയിൽ ഒരു ക്രോണിക്കായിട്ട് ബെഡ് റിഡൺ ആയിട്ടുള്ളൊരു പേഷ്യൻ്റാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ സ്ട്രോക്ക് അല്ലേ, നമുക്കറിയാം ബ്രെയിൻ അറ്റാക്ക്, നമുക്ക് ഹെമിപ്ലീജിയ ഒരു ഭാഗം തളർന്ന് പക്ഷാഘാതം പിടിച്ച് കിടക്കുന്ന ഒരാൾ അല്ലേ, പരസഹായമില്ലാതെ അയാൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എപ്പോഴും തരിപ്പ് പോകുന്നുണ്ടാകാം ഒരു പക്ഷേ. നമ്മൾ സാധാരണഗതിയിൽ ഇതൊരു എക്സ്ട്രാ എഡ്ജ് കേട്ടോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും പോസിബിൾ അല്ല, ഞാൻ ചുമ്മാ ഒരു കംപ്ലീഷൻ പർപ്പസിന് ഒരു എക്സ്ട്രാ എഡ്ജ് പറയാമെന്നേ ഉള്ളൂ. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ ഫുഡ് മെറ്റീരിയൽ കഴിക്കുകയാണെങ്കിൽ ദിസ് ഫുഡ് മെറ്റീരിയൽ വിൽ കംസ് ടു അവർ ഫാരിങ്സ് ആൻഡ് വിൽ ഗോ ബാക്ക്വേർഡ്സ് ഓൺലി അല്ലേ, ഈ വഴി പോകില്ല. കാരണം ഇവിടെ ദർ ഈസ് എ പ്രൊട്ടക്റ്റീവ് ലിഡ് വിച്ച് ഇസ് കാൾഡ് എപ്പിഗ്ലോട്ടിസ് വിച്ച് ആക്ച്വലി പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു ദിസ് ട്രക്കിയ. ദിസ് ഈസ് ആക്ച്വലി എ റിഫ്ലക്സ് മെക്കാനിസം. ഹോപ്പ് യു നോ ദാറ്റ്. നമ്മൾ ഫസ്റ്റ് ഇയർ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്. ബട്ട് ദ തിങ് ഈസ്, ഫോർ എക്സാമ്പിൾ എ പാരലൈസ്ഡ് പേഷ്യൻ്റ് എന്ന് വിചാരിക്കുക, ഹിസ് റിഫ്ലക്സ് മെക്കാനിസം ഈസ് നോട്ട് വർക്കിംഗ് വെൽ. പ്രശ്നം എന്താ? ഫുഡ് മെറ്റീരിയൽസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ദർ ഈസ് ചാൻസ് ദ ഫുഡ് മെറ്റീരിയൽസ് ക്യാൻ ഗെറ്റ് ആസ്പിറേറ്റഡ് ടു ദിസ്. സ്ലോലി ഇങ്ങനെ ഫുഡ് മെറ്റീരിയൽസ് നമ്മുടെ ലങ്സിലേക്ക് എൻ്റർ ചെയ്യാം. ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂമോണിയ ആൻഡ് ദിസ് ഈസ് കോമൺലി കാൾഡ് ആസ് ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് വിളിക്കും. ആസ്പിറേഷൻ ന്യൂമോണിയ. അതുകൊണ്ടാണ് ഇങ്ങനെ ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസിന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സിപ്സ് കുറച്ച് കൊടുക്കണം, തരിപ്പ് പോകാതെ നോക്കണം. ഇൻ കേസ് തരിപ്പ് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഫ് ഹി കാൺ ഈവൻ ടോളറേറ്റ് ഇഫ് ഹി കാൺ സ്വാലോ ബൈ ഹിംസെൽഫ്, നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയും? നമ്മുടെ ഈ നോസിലൂടെ ഒരു നേസോ ഗ്യാസ്ട്രിക് ഫീഡിങ് ചെയ്യുമെന്ന് പറയും. അതായത് നേസോ ഗ്യാസ്ട്രിക് ഫീഡിങ് എന്ന് പറഞ്ഞാൽ നോസിലൂടെ നമ്മൾ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ഒരു ട്യൂബ് ഇട്ട് കൊടുക്കും, റൈൽസ് ട്യൂബ് എന്നൊക്കെ പറയും. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് റൈൽസ് ട്യൂബ് ഈസ് ആക്ച്വലി ടു പ്രിവെൻറ്റ് ആസ്പിറേഷൻ ന്യൂമോണിയ. സോ ന്യൂമോണിയൻ്റെ ഒരു വേറെ ഡിഫറൻറ്റ്, ഇവിടെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് ലങ്സാണ്, അതിൽ ഡിഫറൻസ് ഇല്ല. പക്ഷേ ഇത് വരുന്നത് ആക്ച്വലി ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ അല്ല ആസ് സച്ച്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ആസ്പിറേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. ന്യൂമോണിയൻ്റെ വേറൊരു എക്സ്ട്രാ എഡ്ജ് ചുമ്മാ ഒന്ന് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചെന്നേ ഉള്ളൂ. ഈവൺ ഇഫ് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നോ ഇഷ്യൂ, യു ജസ്റ്റ് ലിവ് ഇറ്റ്, യു ജസ്റ്റ് ബി കൺഫൈൻ, just make sure you have learned everything which is taught in your NCERT because that is needed for your entrance examination. Even board exam അത് എന്തായാലും മതി, even entrance examinationൽ പോലും നിങ്ങൾക്ക് അത് മാത്രം മതി. സോ ന്യൂമോണിയ പഠിച്ചു, അതിനുശേഷം കോമൺ കോൾഡ് പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം we came into malaria അല്ലേ. മലേറിയയിൽ ഇമ്പോർട്ടൻറ്റ്, ലൈഫ് സൈക്കിൾ is very important. You have to be in constant touch with the diagram, everything given out there in your NCERT. And we came into Entamoeba histolytica, amoebiasis and ascariasis, filariasis. Finally we ended up with ringworm infections. So just now we just finished with everything related with infective disease. ഇനി ഇൻഫെക്റ്റീവ് ഡിസീസ് നമ്മുടെ ബോഡിയിൽ വരുന്നത് നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സ്മോൾ ഡിസ്കഷൻ. അത് വലിയ ഒരു ജനറൽ ടോപ്പിക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. സോ പ്ലീസ് ബി വിത്ത് മീ. ഹൗ ക്യാൻ യു പ്രിവെൻറ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്നുള്ളത് നമുക്ക് ആക്ച്വലി ഒരുപാട് പോയിൻറ്റ്സുകളായിട്ട് എഴുതാൻ പറ്റുന്ന ടോപ്പിക്കാണ്. പക്ഷേ നമ്മളൊന്ന് സീക്വൻഷ്യലായിട്ട് എഴുതാം. ആദ്യം നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ
8 ഗ്രൂപ്പ് ഓഫ് ഇൻഫെക്ഷസ് ഡിസീസ് നമ്മളൊന്ന് ജസ്റ്റ് അതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ വഴി നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യാമെന്ന് വിചാരിക്കാം. ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മോഡ് ഓഫ് സ്പ്രെഡ് ഉണ്ടോ, അതായത് എയർ ബോൺ ആണോ ഫുഡ് ബോൺ ആണോ ഏത് വഴിയാണ് വെക്ടർ ബോൺ ആണോ എന്നുള്ളത് ബേസിൽ നമ്മൾ അതിനൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കാം. സോ നമ്പർ 1 ഈസ് എയർ ബോൺ, നമ്പർ 2 ഈസ് ഫുഡ് ഓർ വാട്ടർ, നമ്പർ 3 ഈസ് വെക്ടർ ബോൺ. സോ എയർ ബോണിൽ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ന്യൂമോണിയ പെടും, പിന്നെ കോമൺ കോൾഡ് പെടും അല്ലേ. ഫുഡ് ആൻഡ് വാട്ടറിലോ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ടൈഫോയിഡ് പെടും, പിന്നെ നമ്മുടെ ഏത് പെടും അമീബിയാസിസ് അല്ലേ, ദെൻ അസ്കാരിയാസിസ് ക്ലിയർ. ദെൻ വെക്ടർ ബോണിൽ ഏത് വിടും നമ്മൾ മലേറിയ, ഫൈലേറിയാസിസ് അല്ലേ. വെക്ടർ ബോൺ പിന്നെ വേറെ 2 ആൾക്കാരും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതാം. നമ്മുടെ ഡെങ്കി, ചിക്കൻ ഗുനിയ, ഇത് രണ്ടും വെക്ടർ ബോണാണ് അല്ലേ. ഇത് കോമൺ ആയതുകൊണ്ട് ഇത് NCERT-യിൽ എവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് സ്പ്രെഡ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തതാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു, ഓക്കെ, യു ഷുഡ് നോ. സോ ഇങ്ങനെ ഈ മോഡ് ഓഫ് സ്പ്രെഡ് വെച്ചിട്ട് നമുക്ക് ഈ ഇൻഫെക്ഷനെ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അത് നമുക്ക് ഫോർ കൺവീനിയൻസ് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഇൻഫെക്ഷൻസ് നമുക്ക് എങ്ങനെ സ്പ്രെഡ് ചെയ്യാം. സിംപ്ലി ഫുഡ് ആൻഡ് വാട്ടർ ബോൺ, ഫുഡ് ഓർ വാട്ടറിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹൈജീൻ തന്നെയാണ് അല്ലേ. പേഴ്സണൽ ഹൈജീൻ, പേഴ്സണൽ ആസ് വെൽ ആസ് പബ്ലിക് ഹൈജീൻ അല്ലേ, പബ്ലിക് ഹൈജീൻ. ദെൻ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അല്ലേ. നമുക്ക് എന്തു ചെയ്താം, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ പീരിയോഡിക് ക്ലീനിങ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് അല്ലേ, ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ്. പിന്നെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്, ഇതൊക്കെ നമുക്ക് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ. ഓക്കെ, പിന്നെ ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം കഴുകിയിട്ട് യൂസ് ചെയ്യുക. വെജിറ്റബിൾസ് കണ്ടാമിനേറ്റ് വെജിറ്റബിൾ വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഡിസീസ് നമ്മൾ അസ്കാരിയാസിസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മാത്രമല്ല ഒരുപാട് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്യാം. സോ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് വാട്ടറായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. എയർ ബോൺ ഇൻഫെക്ഷൻ നമുക്ക് എങ്ങനെ സ്പ്രെഡ് ചെയ്യാം. എയർ ബോൺ ഇൻഫെക്ഷൻ ഈസ് വെരി സിമ്പിൾ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ കോവിഡ് അല്ലേ, നമ്മൾ എന്താ ചെയ്യുന്നത്, ഐസൊലേഷൻ. ഈ ഒരൊറ്റ ടേം മതി, ഐസൊലേഷൻ ഓഫ് ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ. അല്ലെങ്കിൽ നമ്മൾ അയാളെ ഐസൊലേറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല നമ്മൾ അവരായിട്ട് അടുത്ത് ഇടപഴകുന്നത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതും ഈ എയർബോൺ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ക്ലിയർ അല്ലേ. ദെൻ വെക്ടർ ബോൺ ഡിസീസസിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. വെക്ടർ ബോൺ ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ആ വെക്ടേഴ്സ് പെറ്റ് വരുന്നത് ഒഴിവാക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ മോസ്കിറ്റോനെ ഒഴിവാക്കാൻ നമുക്ക് മോസ്കിറ്റോ റിപ്പലൻറ്റ് ക്രീംസുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ദെൻ മോസ്കിറ്റോ നെറ്റുകൾ യൂസ് ചെയ്യാം, ക്രീംസുകൾ യൂസ് ചെയ്യാം. ദെൻ മോസ്കിറ്റോൻ്റെ ലാർവലെ വിഴുങ്ങുന്ന അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന ഫിഷസ് ഉണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ പറയാൻ പറ്റുമോ, നമ്മുടെ ഗപ്പി കോമൺലി ഗപ്പി, പിന്നെ ഗാംബൂസിയ NCERT-ൽ കൊടുത്ത ഫിഷാണ് ഗാംബൂസിയ ഫിഷ് അല്ലേ. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, നെറ്റ്സ് യൂസ് ചെയ്യാം, മോസ്കിറ്റോ റിപ്പലൻറ്റ് ക്രീംസുകൾ യൂസ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. പിന്നെ നമുക്ക് പ്രിവെൻറ്റ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ, വെള്ളം കിട്ടി നിൽക്കുന്നത് ഒഴിവാക്കാം. പ്രിവെൻറ്റ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാം. ഇതൊന്നും അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ ഇൻഫെക്ഷ്യസ് ഡിസീസസ് നമ്മുടെ ബോഡിയിൽ വരുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ? അല്ലെങ്കിൽ നമ്മൾ ഈവൺ ഇഫ് വി ആർ ഇൻ ത്രെറ്റ്, നമ്മളെ ചുറ്റുവട്ടത്ത് ഒരുപാട് ആളുകൾ ആ ഒരു പർട്ടിക്കുലർ ഇൻഫെക്ഷൻ ഉണ്ട്, പക്ഷേ നമ്മൾ വെൽ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ സാധനമുണ്ട്. ഒരു ക്ലൂ തരാം,
It was mainly discovered by Edward Jenner. Hope many of you now have got the thing. It is nothing but vaccination. വാക്സിനേഷൻ, ഈ വാക്സിനേഷൻ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ഇമ്മ്യൂണിറ്റീൻ്റെ ഒരു സബ് ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വാട്ട് എവർ വാക്സിനേഷൻ കാരണം നമുക്ക് ഏതൊക്കെ അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാം? വാക്സിനേഷൻ കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര ത്രെട്ടായിക്കൊണ്ടിരിക്കുന്ന കോവിഡ് അല്ലെങ്കിൽ നിപ്പ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡെങ്കി, ഇതിലൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാ ഇൻഫെക്ഷൻസിനെയും നമുക്ക് വാക്സിൻ വഴി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് there are many diseases which can be covered under, which can be prevented by administering vaccination. ഏതൊക്കെയാണത്? ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു, ഇതൊന്ന് ഞാനൊന്ന് വായിക്കുകയാണ്. വാക്സിനേഷൻ. സോ വാക്സിനേഷൻ വഴി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾ നമുക്ക് നോക്കാം. BCG വാക്സിൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? BCG വാക്സിൻ നിങ്ങളുടെ ഈ ലെഫ്റ്റ് ആമിൻ്റെ ഇവിടെ ഒരു മാർക്ക് ഉണ്ടാവും ചിലപ്പോൾ അല്ലേ? BCG വാക്സിൻ നമ്മൾ ബൈ ബർത്ത് നമുക്ക് കിട്ടുന്നൊരു വാക്സിനാണ് യൂഷ്വലി. അത് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ്? ഇറ്റ് ഈസ് ടു പ്രിവെൻറ്റ് നത്തിങ് ബട്ട് അവർ ട്യൂബർക്കുലോസിസ്. ദെൻ ഹോപ്പ് യു മൈറ്റ് ഹാവ് ഹേർഡ് MR വാക്സിനേഷൻ ക്യാമ്പയിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു, സ്കൂൾ അടിസ്ഥാനത്തിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. MMR എന്തിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം? മീസിൽസ്, മംസ്, റിബെല്ല. മീസിൽസ്, മംസ്, റിബെല്ല. അപ്പോൾ ഇത്രയും. പിന്നെ നമ്മൾ DPT സ്റ്റാൻഡ്സ് ഫോർ ഡിഫ്തീരിയ. ദെൻ പെർട്ടുസിസ് ഈസ് ആക്ച്വലി വൂപ്പിംഗ് കഫ്, വില്ലൻ ചുമ. T is for tetanus. And there are some vaccines for pneumonia as well. For example, pneumococcal vaccine, pneumonia. ഓക്കെ, ഇങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ് ഉണ്ട്. ഇത്രയും വാക്സിൻസുകൾ നമുക്ക് അഡോപ്റ്റ് ചെയ്താൽ വി ക്യാൻ പ്രിവെൻറ്റ് മെനി ഡിസീസസ് ആസ് വെൽ. അതുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ വാക്സിനേഷൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, ഈ വാക്സിനേഷൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ വി വിൽ ബി ഡിസ്കസിങ് അണ്ടർ ദ ഇമ്മ്യൂണിറ്റി, അതിൻ്റെ പ്രാക്ടിക്കൽ റെലവൻസും അതിൻ്റെ അതെങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അത് എന്ത് കൈൻഡ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. സോ പ്രിവെൻഷൻ ആസ്പെക്റ്റിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് വാട്ടർ ബോൺ ഇൻഫെക്ഷൻ എങ്ങനെ ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഇൻഫെക്ഷൻസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, എയർ ബോൺ ഇൻഫെക്ഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, വെക്ടർ ബോൺ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ആൻഡ് ഫൈനലി വി കെയിം ഇൻ ടു ദ ടോപ്പിക് വാക്സിനേഷൻ. ഈ 4 ആസ്പെക്റ്റ് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. 3 മാർക്സിന് ചോദിച്ചാൽ യു ക്യാൻ സിംപ്ലി ആൻസർ ലൈക്ക് ദാറ്റ് വേ. Hope everything is clear. So we have finished common diseases in human beings എന്നുള്ള ഒരു ബ്രോഡ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഞാനത് പഠിക്കാനുള്ള ഒരു സയൻറ്റിഫിക് മെത്തേഡിലൂടെയാണ് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്തത്. NCERTയിൽ അതങ്ങ് ബ്രോഡായിട്ട് അങ്ങ് കൊടുത്തേക്കാണ്. നമ്മളത് കുറച്ച് സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ കുറച്ച് സബ് ടോപ്പിക്കുകളായിട്ട് ഡിസ്കസ് ചെയ്തു. ആ സബ് ടോപ്പിക്കിൽ കുറച്ച് ഹെഡിങ്സിലാണ് നമ്മൾ കോമൺ ഡിസീസസ് പഠിച്ചത്. ഇങ്ങനെ നിങ്ങൾ ഡിസീസസ് പഠിക്കാൻ ശ്രമിച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഈസിലി യു ക്യാൻ റിമെമ്പർ എവറിത്തിങ് അറ്റ് എ ഗ്ലാൻസ്. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇരുന്ന് ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഹോപ്പ് ഇറ്റ് ഈസ് സിംപ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് ഇമ്മ്യൂണിറ്റി ആയിട്ട് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.